ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. എന്ന് വെച്ചാൽ അത് മൈൻക്രാഫ്റ്റിൻ്റെ 1 ബ്ലോക്ക് എപ്പിസോഡ് 2 ആയിട്ടാണ്. സോ ഗൈസ്, ഈ അപ്ഗ്രേഡൊക്കെ നിങ്ങൾ കണ്ടിട്ടുവാ. ഓക്കെ, അതിന് മുമ്പ് കാര്യം പറയാം, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തും സബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ കമൻറ്റൊക്കെ ചെയ്യാം, പവറാക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ബേസിലേക്ക് വന്ന് ഇപ്പോൾ ഈ GTA ഒരു ബ്ലോക്ക് പൊട്ടിച്ചു, ക്രീപ്പർ വന്ന് സ്പോണായി, പട്ടിയെ നിർത്തി ചത്ത്. ആ ടൈം തൊട്ടാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. സോ ഗൈസ്, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ ഡീപ്പ് സ്ലൈറ്റിൻ്റെ ബ്ലോക്കാണുള്ളത്. അത് പൊട്ടിക്കാൻ വെച്ചാൽ ഭയങ്കര പണിയാണ്, പിക്കാക്സ് ഒന്നും ഇല്ലാണ്ട്. സോ ഇതന്നെ നമ്മൾ പെട്ടു. ശരിക്കും പറഞ്ഞാൽ ട്രീ ഇല്ല, പ്ലാൻ ചെയ്യാന്ന് വെച്ചാൽ വുഡില്ല, ഒന്നുമില്ല ഗൈസ്. ക്രാഫ്റ്റിംഗ് ടേബിൾ അടക്കം ക്രീപ്പർ വന്നപ്പം പൊട്ടി പോയിട്ടുണ്ടായിരുന്നു. സോ അടപടെല്ലാം മുഞ്ചിയിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഏതായാലും ഇത് മെയിൻ ചെയ്യാം. മെയിൻ ചെയ്യാൻ ഭയങ്കര പണിയാണ്. ഓക്കെ, എനിക്കറിയാമായിരിക്കുമല്ലോ, ഹാൻഡ് വെച്ച് മെയിൻ ചെയ്യണ്ടേ. നമ്മൾ എന്തായാലും സ്പീഡ് കൂട്ടി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ നോക്കൂ. പിന്നെ കോളൊക്കെ വരുന്നുണ്ട്, പറട്ട് ഒരു കാര്യമില്ല. ഓക്കെ, അത്ത വീണ്ടും 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 ഞാൻ ചവിട്ടിയിട്ട് ഞാനും വീണു. രണ്ടാളും ചത്തിരിക്കുന്നു അങ്ങനെ. സോ ഗൈസ്, വീണ്ടും റെസ്പോൺ അടിക്കാം. നമുക്ക് ഏതായാലും കുറച്ച് സമയം മെയിൻ ചെയ്യാം, എന്നിട്ട് എന്തെങ്കിലും കിട്ടും നോക്കാം. ഓക്കെ, സ്പെഡൻസ് നമുക്ക് ബ്രെഡ് കിട്ടിയിട്ടുണ്ട്. ബ്രെഡ് അവനെടുത്ത് പോകാൻ കിട്ടിയായിരുന്നു. അടിച്ച് പൊട്ടിച്ചാലും തല വേണ്ട ഗൈസ്. ഞാൻ കാരണം വെറുതെ ഒരു യുദ്ധം തുടങ്ങിയേക്കണ്ട, കീഴിലാണ് എനിക്ക്. ഓക്കെ, ഇവിടെ വലിയൊരു ഇതെങ്ങനെ സെറ്റാക്കാൻ നോക്കിയിരിക്കലാണ്. അപ്പോൾ നമുക്ക് ഏതായാലും വീണ്ടും മെയിൻ ചെയ്യാം. സോ ഞാൻ ഒറ്റയൊരു ബാഗിലേക്ക് നോക്കുമ്പോൾ ഗൈസ്, ഓനവിടെ 3 പ്ലാങ്ക് എടുത്തിട്ട് ഇതാക്കുന്നത്. ഐ തിങ്ക് 4 പ്ലാങ്ക് ആയെന്ന് തോന്നുന്നു. നമുക്ക് ഏതായാലും എടുത്ത് സെറ്റായെങ്കിൽ നമുക്ക് ഏതായാലും ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ആക്കിയിട്ട് അവിടെ വെക്കാം. ഓക്കെ ഓക്കെ, ഇത് ഓൻ്റെ ഇൻവെൻട്രി കയറിയിട്ടുണ്ട്. അടുത്തത് എൻ്റെ ഇൻവെൻട്രി കയറണം എന്നുള്ളത് കൊണ്ട് ഞാൻ മേലേക്ക് പോയി നിൽക്കുന്നു. ഓക്കെ, ഒന്നെനക്ക് കിട്ടി. ദിവസം ഇതിൻ്റെ അകത്ത് ഒന്നിച്ചിട്ടുണ്ട്. ഓനിക്ക് ഇതിൻ്റെ അകത്ത് വെക്കും. വെക്ക് അല്ലെങ്കിൽ എൻ്റെ കെയ്മത്തെ അല്ലെങ്കിൽ അവിടെ വെക്ക്, എന്തെങ്കിലും ചെയ്യും. ഓക്കെ, എടാ 3 ആയാലും ഒന്നും കൂടി വേണമല്ലേ. വീണ്ടും മെയിൻ ചെയ്തോ തുടങ്ങിയിട്ടുണ്ട് വീണ്ടും. പക്ഷേ ഗൈസ്, ഓൻ ഇവിടുന്ന് മൈൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കയറിയിട്ടുണ്ട്. അവരടി കൊടുത്ത് ഓനങ്ങനെ തന്നെ പോയി താഴേക്ക്. അതിനെ പറ്റൊന്നും കാര്യമില്ല. ഓക്കെ, നമുക്കേതായാലും മെയിനിങ് കണ്ടിന്യൂ ചെയ്യാം. ഗൈസ്, ഞാൻ പുറത്ത് പോകുമ്പോൾ ഓൻ അവിടെ നിന്ന് മൈൻ ചെയ്യുന്നത്. എന്നാൽ അവിടെ ഒരു ക്രീപ്പർ സ്പോണായി വീണ്ടും ഞാൻ ചത്തിട്ടുണ്ടായിരുന്നു. ഓൻ ചത്തിട്ടില്ല, ഓൻ എന്നെ ബെല്ലി കൊടുത്തു ഗൈസ്. ശരിക്കും പറഞ്ഞാൽ വീണ്ടും റീസ്പോൺ അടിക്കുന്നു. നമുക്ക് മെയിനിങ് വീണ്ടും സ്റ്റാർട്ട്. അതിൻ്റെ ഇടയിൽ ഓൻ വീണ്ടും മെയിൻ ചെയ്ത് തന്നെ നിലത്തേക്ക് കിട്ടും. ആ ബ്ലോക്ക് അവസ്ഥയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഏതായാലും വലിയ കാര്യമായിട്ടൊന്നും ഇപ്പൊന്നും ചെയ്യാനില്ല. നമുക്ക് ഏതായാലും മെയിൻ ചെയ്യാം ഗൈസ്. അതിൻ്റെ ഇടയിൽ എനിക്ക് അയൺ പിക്കാക്സ് കിട്ടി. അതിൻ്റെ ഷോ കാണിച്ചിട്ട് അവൻ അവിടെ മെയിൻ ചെയ്യുമ്പോൾ ഒരു സോംബി വന്നിട്ടുണ്ട്. അള്ളാ. ഓക്കെ ഗൈസ്, അതാ പോയിട്ടാ ഗൈസ്. എങ്ങനെയെങ്കിലും ബിൽഡ് ചെയ്യാനുള്ള ഇതായിരുന്നു ആ അയൺ പിക്കാക്സ്. അത് കളഞ്ഞു. ആ ലാവിയെല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ എടുത്ത് വെച്ചിന്. പിക്കാക്സ് എടുത്ത് ഷോ ഇറക്കിയാണ് ഇതാക്കിയതാണ്. നല്ല പണി കിട്ടിയിട്ടുണ്ട്. അതാ വീണ്ടും ചത്തു. സോന നോക്കിയത് നമ്മൾ വീണ്ടും ഉപ്പിക്കുത്തിയിരിക്കും. അതുകൊണ്ട് ഞാൻ അവിടുന്ന് മെയിൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മെയിൻ ചെയ്തുകൊണ്ട് വെക്കാം ഗൈസ്. പിന്നെ ഒരു കാര്യം പറയാം എന്ന് വെച്ചാൽ, ഇവന് എത്ര പ്രാവശ്യം ചത്തിനാലോ, ചത്തതിന് കണക്കില്ല ഗൈസ്. ഇൻഫിനിറ്റി ഓഫ് ഡെത്ത് എനിക്കുണ്ടായിരുന്നു. ഇല്ല പറയാല്ല, എനിക്ക് കളിക്കാറിയില്ല. അതാ വീണ്ടും ഗൈസ്. എനിക്ക് ഇതാണോ എനിക്ക് ചാവണ്ട വെച്ചിട്ട് ഞാൻ സൈഡിലൊരു ബ്ലോക്ക് വെച്ചോട്ടെ, എന്നിട്ടും കാര്യമില്ല. ചത്തിട്ടുണ്ട് ഗൈസ്. വെറും ചാവൽ തന്നെ. ചാവൽ എക്സ്ട്രീം ചാവല കണ്ട, വെറും ചാവല്. ഇനിയിപ്പം നമുക്ക് ഇനി ചാവുന്നറിയില്ല. ഓക്കെ ഗൈസ്, എന്ത് ബ്ലോക്ക് വരെ അവനെ കൊല്ലുന്നു. ഏതായാലും നമുക്ക് കുറച്ച് മെയിൻ ചെയ്യാം. ഏതായാലും ഗെയിമിൽ മറ്റേ ഇതുണ്ട് ഫെൻസ്, നമുക്ക് അതിൻ്റെ ഉള്ളിൽ കുത്തി കയറ്റിയിട്ടുണ്ട്. ഞാൻ കുറേ സമയം മെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഏതായാലും ലോങ് കുറച്ച് സമയം മെയിൻ ചെയ്യട്ടെ ഗൈസ്. ഞാൻ നോക്കൊണ്ട് അവൻ ബ്ലോക്കെല്ലാം അവിടെ നിന്ന് മെയിൻ ചെയ്യുന്നത്. പിന്നെ സോനെ ശല്യപ്പെടുത്തണ്ട. പിന്നെ ഞാൻ വീണ്ടും മെയിനിങ് തുടങ്ങി. കുറച്ച് സമയം മെയിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഡയമണ്ടും ഗോൾഡ് ആണ് എല്ലാം കിട്ടി. അതിന് മുമ്പ് ഒന്ന് കിട്ടീന്. സോ ഓൻ്റെതാണിത്. ആ ക്ലിപ്പ് ഗെയിം ഡിലീറ്റ് ആയി പോയതാണ്. സോ നമ്മൾ വീണ്ടും ജസ്റ്റ് ഈ ഭാഗം ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് പോയി മെയിൻ ചെയ്യൽ സ്റ്റാർട്ട് ചെയ്തു. സോ ഗൈസ്, നമുക്ക് വീണ്ടും ഒന്ന് മെയിൻ ചെയ്യാം. കണ്ടിന്യൂസ് മെയിൻ ചെയ്യാം. അത് നടക്കും ഗൈസ്. ഓക്കെ, വീണ്ടും ടോൺസ് സ്പോട്ട് ചെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ടോട്ടം പിക്കാക്ക് സെറ്റ് എന്ന് വെച്ചാൽ ഇനി സെറ്റായി. ഓക്കെ നമുക്ക് ഏതായാലും കൊണ്ടുപോയി അടക്കാം ഗൈസ്. എനിക്ക് ഗോൾഡൻ ആപ്പിൾ എന്തോ ലാവയാട്ടം കിട്ടി തോന്നുന്നു.
ഓക്കെ ഗൈസ്, ഇനി ഫുള്ള് പവറാണ്. ഓക്കെ ഗൈസ്, വീണ്ടും ഡയമണ്ട് ഒക്കെ കിട്ടുന്നുണ്ട്. ഫുൾ ഓൺ വൈബ് ഗൈസ്. ഓക്കെ, നമ്മൾ ടോട്ടം പിന്നെ അവിടെ വെച്ചിട്ടുണ്ട്, വെറുതെ സീനാവേണ്ട വെച്ചിട്ട്. ഓക്കെ, ഇത് പിന്നെ മൈൻഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് മിനിറ്റ് ഞാൻ പിന്നെ മൈൻഡ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ ഗൈസ്, ഫൈനലി വില്ലേജർ. ഓക്കെ, ഇനി ആ വില്ലേജറിനെ ഇങ്ങോട്ടേക്ക് നീക്കാന്നുള്ളതാണ് പരിപാടി. ഓക്കെ, അവനെ നീക്കണമെങ്കിൽ ഇപ്പം ബേക്കിൽ ബ്ലോക്ക് വെക്കണം. അതുകൊണ്ട് ഞാൻ ബേക്കിൽ ബ്ലോക്ക് വെക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഗൈസ് ഒരു കാര്യം പറയാം, ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഡിസ്കോഡിൽ സംസാരിച്ച് കളിച്ചൊരു ഗെയിം പ്ലേ ആയിരുന്നു. നിർഭാഗ്യവശാൽ ഞാൻ റെക്കോർഡ് ചെയ്ത എൻ്റെ റെക്കോർഡറിൻ്റെ ഇഷ്യൂ കാരണം എന്ത് ചെയ്തു, സൗണ്ടിൻ്റെ വയസ്സിൽ കീന്നൊരു ഇത് എൻ്റെ ഹെഡ്ഫോൺ യൂസ് ചെയ്തുകൊണ്ടാണ്, ഒന്നും അറിയില്ല. അതുകൊണ്ട് മാത്രം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇത് ഡിലീറ്റ് ആക്കി. ഓക്കെ ഗൈസ്, ഒരു പട്ടി പാത്തോ അതൊക്കെ രക്ഷയില്ല. നമുക്ക് ഏതായാലും വുഡ് കിട്ടിയിട്ടുണ്ട്. ഇനി വുഡ് കിട്ടും എന്ന് വെച്ചാൽ നമുക്ക് പിക്കാക്സ് ആയല്ലോ. അതോ എടാ, ഞാൻ മിക്കവാറും എടുക്കാൻ കഴിയില്ല, പിക്കാക്സ് കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ വേഗം വുഡ് അടച്ചാടിയിട്ടുള്ളൂ. വുഡ് പോയാൽ കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, നമുക്ക് ഏതായാലും ഇത് മൈൻഡ് ചെയ്യാം. ഓക്കെ, അമ്മ ഡിസ്കോഡിൽ സംസാരിച്ചൊരു ഗെയിം പ്ലേ ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് വില്ലേജ് ബ്രോ ഗൈസ്, ട്രൈഡ് കൊടുക്കാം. എന്താണ് ട്രൈഡ്? ഓക്കെ ഗൈസ്, ഒരു ഇതെല്ലാം കൊടുക്കുക ഗൈസ്. ഒരു ഇത് കൊടുക്കുന്നുണ്ട്, എന്താ എൻജാൻഡ് ഇത്, നമുക്ക് നോക്കാം, പിന്നെ നോക്കാം. പിന്നെ ഗൈസ് നമ്മൾ ലെറ്റ്സ് പ്ലേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് ഹാർഡ് കോർ ആക്കണോ അല്ല നോർമലി സർവൈവൽ ആക്കണോ എന്ന് കമൻറ്റ് ചെയ്യാം എല്ലാവരും. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇപ്പം ഇനി എന്താ പരിപാടിയെന്ന് വെച്ചാൽ ഇതിനെ പിടിച്ചിടാം. പിന്നെ ഒരു കാര്യം പറയാണ്ട്, എൻ്റെ വീഡിയോ കാണുന്ന 80-something ആൾക്കാരും ഇത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത്. സോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഈ നമുക്ക് അതിൽ 2 വില്ലേജറിന് ഇതിൻ്റെ ഉള്ളിൽ കൂട്ടാം. അതിനാണ് നമ്മൾ ഇന്ന് പെടാപ്പാട് വരുന്നത് ഗൈസ്. ഓക്കെ, ഓക്കെ ഗൈസ്, അങ്ങനെ 2 വില്ലേജറിനെ പോയിട്ട് ഇനിയാണ് ഗൈസ് നോക്കിയതായാലും ഈ ചവറ് സാധനങ്ങളുണ്ട്. അയൺ എടുക്കാം. നമുക്കൊരു ഫുൾ അയൺ ടൂൾസ് ലാവിഷായി ക്രിയേറ്റ് ചെയ്തേക്കാം. ഓക്കെ, ദാറ്റ്സ് സോ കൂൾ. ഓക്കെ, ഫുൾ അയൺ ടൂൾസ് ഒന്ന് ക്രിയേറ്റ് ആക്കാം. പിക്കാക്സ് 2 പിക്കാക്സ് ആക്കുക. അവിടെ 2 പിക്കാക്സ് ആയാ ഗൈസ് നോക്കിയ സോഡ്. ഓക്കെ, 2 പിക്കാക്സ് അതിനോട് ഔട്ടുണ്ട്. ഞാൻ അവിടെ ഒരു പിക്കാക്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. 2 പിക്കാക്സ് ഉണ്ടായിരുന്നു. ഓക്കെ, 2 പിക്കാക്സ് ഉണ്ടായിരുന്നു. ഒരു പിക്കാക്സ് ഞാൻ അവർക്ക് കൊടുത്തു. ഗൈസ് 1 stack ഫുൾ ചെയിൻ ആർമറിൻ്റെ ലെഗിൻസും പിന്നെ ഹെൽമെറ്റ്. ട്രീ നമുക്ക് ബെഡാക്കാം. 2 വില്ലേജറില്ല, അവർക്ക് ബെഡ് വെച്ച് കൊടുക്കാം. ഓക്കെ, നമ്മളിത് പ്ലേസ് ചെയ്തു. ജസ്റ്റ് മിസ്പ്ലേസ് ആയിപ്പോയി. അതുകൊണ്ട് നമ്മൾ പ്ലേസ് ചെയ്യുന്നു. ഗൈസിയുടെ പ്ലേസ് ആവുന്നില്ല. നമുക്കൊരു ബ്ലോക്ക് അങ്ങ് അപ്പുറം വെച്ച് നോക്കേണ്ടി വരും മിക്കവാറും. ഗൈസ് നമുക്ക് വീടൊരു ബ്ലോക്ക് വെച്ചിട്ട് വെച്ച് നോക്കാം. ഞാൻ ആദ്യം വെച്ച അങ്ങനെ തന്നെയല്ലേ പിന്നെ ഗൈസിയുടെ ഇവർ ഫുള്ള് കാടെടുത്ത് നട്ടിട്ട് ഞാൻ തന്നെ ഗൈസ് നമ്മൾ വൂൾ അതിൻ്റെ ഉള്ളിൽ കുത്തി കയറ്റിയിട്ടുണ്ട്. നമ്മൾ ഡേർട്സ് ഒക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഞാൻ കാര്യം ചെയ്യാനില്ല. പിന്നെ ഇവനിവിടെ ചെസ്റ്റൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് നോക്കി. ഓക്കെ, നൈസ് സെറ്റപ്പ്. ഓക്കെ, നമുക്ക് ഏതായാലും മെയിൻ ചെയ്യാം. അതായത് പിന്നെ ബെറ്റർ. ചെസ്റ്റിലൊന്നുമില്ല, ചെസ്റ്റ് എടുത്താണ്. ഓക്കെ, അത് ചെസ്റ്റ് കട്ട് ചെയ്ത് മെയിൻ ചെയ്ത് തരാം. ഓക്കെ ഗായ്സ്, നമുക്ക് വീണ്ടും ഒരു ചെസ്റ്റ് വന്നിരിക്കുന്നു. ചെസ്റ്റിൽ മറ്റേ സ്ലോനെസ്സിൻ്റെ പോർഷൻ അടിച്ച അമ്പ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അത് അതിൻ്റെ ഉള്ളിൽ വെച്ച്. ഓക്കെ, നമ്മളോട് ആ ചെസ്റ്റിലോ പറഞ്ഞില്ല ചവർ സാധനം അതെല്ലാം അതിൻ്റെ ഉള്ളിൽ വെച്ച്. അപ്പുറം മറ്റേ വാല്യബിൾ മാത്രം വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. സമയമില്ല ചവറൊക്കെ അതിൻ്റെ ഉള്ളിൽ കുത്തി കയറ്റി. പിന്നെ പറയാൻ കത്തിച്ചല്ലേ, ഓനക്കൊരു ഹോൺ കിട്ടി, അത് അടിച്ച് കാണിച്ചു കൊടുത്ത് ദേഷ്യം ഊതിക്കൊടുത്തു. പിന്നെ ഓനിക്കൊരു ഇത് കിട്ടിയായിരുന്നു, ഞാൻ വോയിസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ. സ്കെൽട്ടൻ എഗ്ഗും പിന്നെ സ്കെൽട്ടൻ സ്പോണറിൻ്റെ എഗ്ഗും സ്പോണറിൻ്റെ മറ്റേ ഇതും. ഞാൻ പറഞ്ഞത് അതേപോലെ അടുത്തേക്ക് കളയല്ല, അത്യാവശ്യമുള്ള സാധനമാണ് മോഫ് ഫാം ആക്കാം. ഓക്കെ, നമുക്ക് വീണ്ടും മൈനിങ് ചെയ്യാം. ആഫ്റ്റർ കുറച്ച് സമയത്ത് മൈനിങ് ശേഷം എന്തൊക്കെ കിട്ടുമെന്ന് കാണാം. ഗൈസ് വീണ്ടും അതാ ഒരു വൃത്തിയായിട്ട് വന്ന് നമ്പർ ചെയ്തിട്ട് അടുത്തൊന്നും കിട്ടി ഗൈസ്. അയൺ ഗൈസ്. ഫൈനലി ഗൈസ് നമ്മൾ അടുത്ത ഇത് ഓൺ ആയിട്ടുണ്ട്. അടുത്തത് ഐ തിങ്ക് സീൻ്റെ ആട്ടാണ്. ഓക്കെ, അല്ലടാ സീ ചെയ്യുന്നു തോന്നുന്നല്ലോ, എനിക്കൊന്നും ഓർമ്മയില്ല. ഓക്കെ, നമുക്കിപ്പോൾ നമ്മളെ ലൂട്ട്സൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കുത്തി കയറ്റാം. വി മേക്ക് സ്റ്റോൺ ജനറേറ്റർ ആവശ്യം വരും ഗൈസ്. നമുക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് സ്റ്റോൺ ജനറേറ്റർ. ആഫ്റ്റർ ഗൈസ് നമ്മൾ ഒരു ആടിനായി ഡേർട്ട് ബ്ലോക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പുറത്തുനിന്നും എടുക്കണം പോയിട്ട്. ഗൈസ് സ്റ്റോൺ ജനറേറ്റർ കയറാമെങ്കിൽ നമ്മൾ ആടുന്ന് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. 16 ഡേർട്ടായി. സോ ഗൈസ് നമുക്കൊന്ന് പോയിട്ട് എക്സ്പാൻഡ് ചെയ്യണം ഏരിയ. ഓക്കെ, ഇപ്പോൾ അയണൊക്കെ നമുക്ക് ഇപ്പം തിരിച്ചു വെക്കാം. അയൺ വെറുതെ വീണിട്ട് കളയണ്ടല്ലോ, ആയിട്ട് വീണൊക്കെ ഇല്ല. ഷിറ്റ് ഗൈസ്, ഞാൻ ഇതിൻ്റെ മേലെ വെക്കാൻ തന്നെയായിരുന്നു പെട്ട്. ഓക്കെ, വെച്ചു. ഓക്കെ ഗൈസ്, ഇവിടെ എത്തുമ്പോൾ ഇവൻ എന്നെ വിളിക്കുന്നു. ഇവിടെ എന്തോ ബഗ് അടിച്ചെന്തല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നും നോക്കിയില്ല. എന്നാൽ സീൻ മനസ്സിലായില്ല. ഞാൻ പോയിട്ടൊരു ആൻഷ്യൻ ഡിബ്രി പ്ലേസ് ചെയ്തപ്പോൾ
ഓൻ മെയിൻ ചെയ്ത് കളഞ്ഞു. അപ്പം വീണ്ടും കൊണ്ട് വന്നിട്ട് പോയി. പിന്നെ എന്തോ ബഗ്ഗാന്നോ ഡൗട്ട് കാരണം ഞാൻ കുറേ സമയം വെച്ചു, ആവുന്നില്ല എന്നുണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് മെയിൻ ചെയ്യുമ്പോൾ ഉണ്ടാട് ഇത് വന്നിട്ട്. അപ്പോൾ ഗൈസ് നമുക്കൊരു ഹോഴ്സ് ആർമറും കുറച്ച് അയണും കിട്ടി. വീണ്ടും ഞാൻ അത് കൊണ്ടുപോയി അടച്ചു, വീണ്ടും മൈനിങ് ചെയ്തു, പിന്നെ ഏരിയ വലുതാക്കുക വെച്ചിട്ട്. സോ ഗൈസ് അതിൻ്റെ ഇടയിൽ നമുക്ക് TNT ഒക്കെ കിട്ടിയായിരുന്നു. ഞാൻ പിന്നെ കൈമിലുണ്ടായ ഡേർട്ട് എടുത്തു, മറ്റേ നമ്മളെ ടൂൾസൊക്കെ അടുത്തൊരു ചെസ്റ്റിൽ വെച്ചിട്ട് ഞാൻ ഡേർട്ട് മാത്രം എടുത്തു. എന്ന് വെച്ചാൽ വീണിട്ട് ടൂൾസൊന്നും കളയാൻ കഴിയില്ല. സോ ഗൈസ് നമ്മൾ വീണ്ടും ഇവിടെ ഏരിയ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു സ്റ്റോൺ ജനറേറ്റർ ആക്കണം. 2 ബക്കറ്റ് ലാവയുണ്ട്, 2 ബക്കറ്റ് വാട്ടറുണ്ട്. സോ നമുക്ക് ഏതായാലും ഒരു സ്റ്റോൺ ജനറേറ്റർ സെറ്റ് ചെയ്യാം. ഞാൻ ഫസ്റ്റ് തന്നെ ഈ ഗ്രാനൈറ്റ് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് മേലെ. അടുത്തായിട്ട് 4 ബ്ലോക്ക് വെക്കുന്നുണ്ട്. ഓക്കെ, ഭയങ്കര ഡൗട്ടാണ് കേട്ടോ ഇത് വെക്കുമ്പോൾ. ശരിക്കും പറയാൻ ഞാൻ മറന്നതാണ് ഏരിയ. ഓക്കെ, എനിക്ക് ഇങ്ങനെ തന്നെ തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ടൊന്നും അറിയില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ അടിക്കാം. നമുക്ക് ജസ്റ്റ് പ്ലേസ് ചെയ്യാം. നാളെ ജസ്റ്റ് അപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് പോയി നല്ല ഇത് നേരത്തെ വീണപ്പം പോയി എന്ന് പറഞ്ഞിട്ട്. സോ കേസ് ഞാൻ വീണ്ടും മെയിൻ ചെയ്തിട്ടുണ്ട്. സൈഡിൽ വീണ്ടും മെയിൻ ചെയ്ത് പോയി എടുക്കാം. ഓക്കെ, നമുക്ക് 4ാമത്തെ ബ്ലോക്ക് നേരി നേരെ ഒരു 4 ബ്ലോക്കാണ് വേണ്ടത് തോന്നുന്നു. നമുക്ക് 4 വെച്ച് നോക്കാം. ഓക്കെ, ബാക്കി കോമ്പിനേഷൻ വെച്ച് നമുക്ക് ഫില്ല് ചെയ്യാം. അടിയിൽ വേണോ? ഇത് പോർട്ടിലല്ലല്ലോ, അടിയിൽ നമുക്ക് വേണ്ട. സോ ബാക്കിക്ക് ഇനി ചെയ്യേണ്ടത് വെച്ചാൽ കുറച്ച് സൈഡിൽ ഇങ്ങനെ 3 വെക്കാം. 2 മതി, ഞാൻ 3 വെച്ച് നെല്ലും. അതേപോലെ ഇപ്പുറം കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അവിടെ ഒന്നാട്ടോ ശരി ഗൈസ്. നമുക്ക് ഇനി ബാക്കിക്ക് എന്തെടുക്കാം? നമുക്ക് ഇതെടുത്താലോ? ഡിബ്രി ഒന്നുണ്ട്, പിന്നെ മറ്റേ ഇതെടുക്കാം. നമുക്ക് നേരത്തെ 1 സ്റ്റാക്ക് അടുത്തെല്ലാം ഇത് കിട്ടി, കുറേ സ്റ്റോൺ സാൻഡ്. സോ നമുക്ക് ഏതായാലും അത് വെക്കാം. ഓക്കെ, അത് നമുക്ക് അടിയിൽ പ്ലേസ് ചെയ്യാം. ഫുള്ളാൻ കഴിയുന്നില്ല. ഓക്കെ, നേരെ ബ്ലോക്കിനോടാണ് ഇങ്ങോട്ടേക്ക് പോകാം. ഓക്കെ ഗൈസ്, നമ്മൾ വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഈ ഭാഗം ഒന്ന് ജസ്റ്റ് ഒരു ബ്ലോക്ക് ഫുള്ളൊന്ന് വെക്കണം ഇങ്ങോട്ടേക്ക്. ഓക്കെ ഗൈസ്, ഓനാടുന്ന് മെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് തോന്നുന്നു വീണ്ടും മറ്റേ ചെയ്തായി അടുത്തിതാവില്ലേ ചങ്കിലോട് എന്തോ പറയില്ല അങ്ങനെ 30 സെക്കൻഡ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഏതായാലും വലിയ പണിയൊന്നുമില്ല. നമുക്ക് ഈ സൈഡ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, എക്സ്ട്രാ ഒന്നും ഉണ്ടാക്കി വെച്ചേക്കാം. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ലാവ ബക്കറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ. ഓക്കെ, മേലെ 2 ലാവ ഇങ്ങനെ തന്നെ തോന്നുന്നു, അറിയില്ല കൃത്യമായിട്ട്. ഓക്കെ ഗൈസ്, ഫസ്റ്റ് വാട്ടറിൽ ഒഴിക്കണ്ടേ മറന്നു. അപ്പം 2ാമത് നമുക്ക് വാട്ടർ എടുത്ത് തന്നിട്ടുണ്ട്. വാട്ടർ ബക്കറ്റ് ഉള്ളിലേക്ക് തന്നെ വെച്ചേക്കാം. ഭയങ്കരമായിട്ട് പണി കിട്ടുമെന്ന് അറിയില്ല. ഓക്കെ ഗൈസ്, നമുക്ക് ലാവ ഏതായാലും മേലെ വെക്കാം. ഓക്കെ, ഒന്നുകൂടി വെച്ചു. പെട്ട് എല്ലാം ലാവയിൽ കത്തി ഊമ്പി ഗൈസ്. എന്തോ ഭാഗ്യത്തിന് ഡാമേജ്. ഓക്കെ ഗൈസ്, മുമ്പ് ഭാഗ്യത്തിനാട് ഇത് വെച്ചായിരുന്നു. അയ്യോ പണിപ്പാളിയല്ലോ ഗൈസ്. നമുക്ക് 1 സ്റ്റാക്ക് സാൻഡ്സ്. അതോ വീണ്ടും പെട്ട് 1 സ്റ്റാക്ക് സാൻഡ് സ്റ്റോൺ. ഇതാണ് ഗൈസ് ഈ സ്പീഡ് പറയുമ്പോൾ കുഴപ്പം. ഗൈസ്, നമുക്ക് ഏതായാലും ലാവ ഈ 2 എടുത്തിട്ട് തരാം. വാട്ടർ ബക്കറ്റ് ഏതായാലും നൈസ് പോയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഏതായാലും ഇത് മൈൻ ചെയ്യണം. ഷീറ്റ് പെട്ട ഇത് തന്നെയാണ്. പക്ഷേ ഐ തിങ്ക് നമുക്ക് എടുക്കിയിട്ട് ഒന്ന് ക്രൗച്ച് ചെയ്താൽ ചിലപ്പം കിട്ടുമായിരിക്കും. അപ്പുറത്തെ സൈഡിൽ നിന്നായിരിക്കും എളുപ്പം. ഗൈസ് കിട്ടിയ ഇല്ല, ഇവിടെ വെക്കാം. ഓക്കെ ഗൈസ്, ഒന്ന് കിട്ടി. ഓക്കെ, അടുത്ത ബക്കറ്റ് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ ഗൈസ്, 2 കിട്ടി. പക്ഷേ നമ്മുടെ വാട്ടർ അങ്ങ് ഗോവിന്ദ പോയിട്ടുണ്ട്. അപ്പം ഏതായാലും സ്റ്റോൺ ജനറേറ്റർ ആക്കാന്നുള്ള പ്ലാൻ നമ്മളിവിടെ വെച്ച് വിടുകയാണ്. പാലുംവെള്ളത്തെ കിട്ടിയ സ്ഥിതിക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വേണ്ടിയപ്പോഴാണ്. സോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഗൈസ്, ലാസ്റ്റ് ഇൻട്രോ എടുക്കാൻ മറന്നുപോയതാണ്, ഫസ്റ്റത്തെ ഇൻട്രോ തന്നെ വെച്ചിട്ടുള്ളൂ. സോ അടുത്ത വീഡിയോ കാണാം. അതുവരെ ഒരു ബൈ.